ഇനി നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് കൂടി ഒന്ന് പോകാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി എന്നിവരൊക്കെ മലബാർ മേഖലകളിലുണ്ട്. രാഹുൽ ഗാന്ധി കണ്ണൂരിലും സീതാറാം യെച്ചൂരി കോഴിക്കോടുമൊക്കെയാണ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രാഹുൽ ഗാന്ധിക്കായി വയനാട്ടിലേക്ക് പ്രചരണത്തിനെത്തുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ നൽകാനായി റിയാസ് ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് മലബാർ തെരഞ്ഞെടുപ്പ് ഗോത? അജിംഷാദ്, മലബാറാണ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു മേഖലയിൽ ഉള്ളത്. അത് പ്രധാനമായും വയനാടാണ് ഒന്ന് പറയുന്നത്. മറ്റൊന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാകുന്ന വടകര ലോക്സഭാ മണ്ഡലം ഉള്ളതും ഈ മലബാർ മേഖലയിലാണ്. അതുകൊണ്ട് നേരത്തെ ബിനോയ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നു. ആദ്യം കണ്ട ഒരു ഊഷ്മളതയൊക്കെ കൈവിട്ട് കുറച്ചുകൂടി അവർ നേർക്കുനേർ വാഗ്വാദത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നീങ്ങുന്ന ഒരു കാഴ്ച കാസർഗോഡ് എടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ണിത്താൻ MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഒരു പ്രചരണ വീഡിയോ ആയുധമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ പോകുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇടതുപക്ഷവും വരുന്നു എന്നുള്ളതാണ്. കണ്ണൂരിലാണ് പൊതുവെ സാധാരണ രാഷ്ട്രീയ ചൂടുണ്ടാവുക കണ്ണൂരിലാണ്. പക്ഷേ കണ്ണൂരിലാണ് ഇത്തവണ കുറച്ചെങ്കിലും വാഗ്വാദങ്ങൾ കുറവുള്ള ഒരു ഇടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വയനാട് ദേശീയ ശ്രദ്ധ നേടുന്ന മണ്ഡലം, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, ഒപ്പം തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് ഗോതയുടെ വിശേഷങ്ങളാണ് മലബാറിൽ നിന്നും നൽകുന്നത്.